പ്രിയം റൗണ്ടിൽ പാടുവാനെത്തുന്നു നമ്മുടെ സ്വന്തം നാട്ടുകാരിയായ കീർത്തന നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ കീർത്തന. ഹായ് ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷവും? സുഖമായിരിക്കും. വയനാട്ടിൽ എല്ലാവരും ഭയങ്കര ഫാൻസായി കാണുമായിരിക്കുമല്ലോ, പാട്ടെല്ലാം കേട്ടിട്ട്. ഒത്തിരി ആരാധകരൊക്കെ ഉണ്ടോ? എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എന്താണെങ്കിലും ഈ സെമി ഫൈനൽ എത്തിയേക്കുമ്പോ എന്താണോ തോന്നുന്നത് ഉള്ളിന്റെ ഉള്ളിൽ? സന്തോഷം. ശരി, പ്രിയം റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഞാൻ പിരിശപ്പൊന്നാരെ എന്നുള്ള സോങ്ങാണ്. നന്നായിട്ട് റിഹേഴ്സലൊക്കെ എടുത്തിട്ടുണ്ടല്ലേ? നന്നായിട്ട് പാടും. ഓ ഗുഡ്. അപ്പൊ എന്താണെങ്കിലും വേറൊന്നും പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടും. വിരിശപ്പൊന്നാരേ
ചേച്ചി നന്നായി പാടി കേട്ടോ. താങ്ക് യു. എന്താണ് ഈ വിരഹഗാനത്തിനോട് പ്രിയം തോന്നാൻ കാരണം? സെലക്ഷൻ എല്ലാം മിക്കപ്പോഴും ഇങ്ങനെയുള്ള സോങ്സ് തന്നെയാണല്ലേ എനിക്ക് കൂടുതൽ അങ്ങനത്തെ സോങ്സ് ഇഷ്ടം? നന്നായി പാടുന്നുണ്ട്. പിന്നെ വയനാട്ടുകാരിയാകുമ്പോൾ പ്രത്യേകിച്ച് നന്നായെന്ന് വെറുതെ പറയണമല്ലോ, ആത്മാർത്ഥമായിട്ട് പറയുന്ന കേട്ടോ. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പറയണ ഫിറോസൊക്കെ ഇഷ്ടമാവുന്നില്ലെന്ന് തോന്നുന്നു. നമുക്ക് ചോദിച്ചു നോക്കിയാലോ? കണ്ട വയനാടെന്ന് പറയുമ്പോ തീരെ പിടിക്കൂല. പറഞ്ഞോ, ഇനി പറഞ്ഞു ധൈര്യമായിട്ട്. സമ്മതം തന്നിരിക്കുന്നു. അത്ര മനോഹരമായിട്ട് പാടി. കീർത്തന താങ്ക് യു സർ. നന്നായിട്ട് പാടി. മോൾക്ക് എൻ്റെ കയ്യിൽ ഒരു കോംപ്ലിമെന്റ് ഇരിപ്പുണ്ട്, തരാനല്ല, അല്ല സാധനമായിട്ട് തരാനല്ല. നോട്ട് ഇൻ കൈൻഡ്, ഇൻ വേർഡ്സ്. എന്താണെന്നറിയോ, മോള് മസ്ജിദുൽ ഹറമിന്റെ പടിവാതിലിൽ പാടിയ എപ്പിസോഡ് വന്ന ദിവസം ഔക്കുബായി എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, ചിത്ര ചേച്ചി റെക്കോർഡിങ്ങിന് പാടുന്നത് കേട്ടതിന് ശേഷം ഇത്ര മനോഹരമായിട്ടൊരു കുട്ടി ഇത് പാടുന്നത് ഞാൻ ഇപ്പോഴാക്കി. താങ്ക് യു സർ. താങ്ക് യു ഫിറോസ് കാ. ജിഷ ചേച്ചി എക്സലന്റ് സിംഗിങ്, ഒത്തിരി ഗ്രേറ്റ് ആയിട്ടുള്ളൊരു വോയിസ്. ചെറിയൊരു സജഷൻ, അതൊരു കുഞ്ഞു സജഷൻ ആട്ടോ, അതൊക്കെ പറയാമോ എന്ന് തന്നെ എനിക്കറിയില്ല. അത്രയ്ക്കും എക്സലന്റ് ആയിട്ടാണ് നമ്മൾ. ഫാബുലസ് റെൻഡറിങ് ആയിരുന്നു. നമ്മളിങ്ങനെ പാടി വരുമ്പം ഇയാൾക്ക് നല്ല ബ്രീതിങ് കൺട്രോൾ ഉണ്ട്, എനിക്ക് മനസ്സിലായി. പക്ഷെ ലാസ്റ്റ് അങ്ങ് കൊണ്ടേ നിർത്തുമ്പോൾ ചിലപ്പോഴല്ല, ഒരു കുഞ്ഞിതായിട്ട് പറഞ്ഞ തം കൊതി കൊത്തുന്നിതാ, അത് അവിടെ വന്നപ്പം കട്ടായിപ്പോയി. അതൊരു മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ പറയില്ല, കാരണം മനുഷ്യനല്ലേ പാടിനെ അത്രയും സസ്റ്റെയിൻ ചെയ്ത് വന്നിട്ട്. അപ്പം എനിക്കൊരു സജഷൻ തോന്നുന്നു, ഒന്നല്ലെങ്കിൽ മോൾക്ക് അതൊന്ന് പ്ലാൻ ചെയ്യാം, എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ബ്രെത്ത് എടുക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി കുറച്ചും കൂടെ ബ്രീതിങ് എക്സസൈസ് ചെയ്തിട്ട് ബ്രെത്ത് കൺട്രോൾ കൂട്ടേണ്ട ലെവലിലൊക്കെ മുകളിലാണ് ഇപ്പം മോള് നിൽക്കുന്നത്. അപ്പം അതൊരു പ്ലാനിങ്ങിൻ്റെയാണ്. ജസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് ബ്രെത്ത് എടുക്കാൻ പറ്റുമോ എന്നൊന്ന് തിങ്ക് ചെയ്യണം എന്നൊരു സജഷനുണ്ട്. അനുപല്ലവിയുടെ ആരംഭ പൂമുഖം കാണാൻ എനിക്കിനി, അതൊക്കെ എന്താ എനിക്കൊരു 100 പ്രാവശ്യം കേൾക്കാൻ തോന്നുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമായിട്ട് ഹൈയിലൊക്കെ പോയത് കേട്ടോ. അപ്പം ദൈവം നന്നായി ബ്ലസ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജിഷ ചേച്ചി. സജില. കീർത്തന ചേച്ചി നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ. താങ്ക് യു. നല്ല സുന്ദരമായിട്ട് തന്നെ പാടി. ഫസ്റ്റ് പല്ലവി മാത്രം ഒരു സ്റ്റാർട്ടിങ്ങിന്റെ ഒരു പ്രശ്നം എന്നത് ഒഴിച്ചാൽ അനുപല്ലവി, ചരണം, അതൊക്കെ ഓരോന്നും കഴിയുന്തോറും സ്വീറ്റ്നെസ് കൂടി വരായിരുന്നു പാട്ടിൽ. അവസാനമൊക്കെ ആകുമ്പോഴേക്കും എന്തായിരുന്നു എനിക്ക് തോന്നുന്നത്, കീർത്തനയുടെ സിംഗിങ്ങിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത്, പാട്ടിന് കൊടുക്കുന്ന ഓരോ സ്ഥലത്തും കൊടുക്കുന്ന ഫീൽ ഉണ്ടല്ലോ, അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇങ്ങനെ വരാണ് ഫീല്. ഭയങ്കര ഫീലാണ് ഓരോ സ്ഥലത്തും കൊടുക്കുന്നത്. അത് വലിയൊരു ഹൈലൈറ്റ് ആണ്. പിന്നെ ഹൈ നോട്ട്സ് എന്ത് കൂളായിട്ടാ പാടുന്നത്, അങ്ങ് എത്തിക്കാണ്, ഒരു ഈസി ആയിട്ട് പാടാണ്. അത് ടോട്ടലി സൂപ്പർബായിരുന്നു കേട്ടോ. താങ്ക് യു ചേച്ചി. താങ്ക് യു സജില. കീർത്തന. നല്ല കമന്റ്സ് അല്ലേ? എന്തായാലും നന്നായിട്ട് പാടി, നമുക്കതിൽ മാർക്ക് ചോദിക്കാം കേട്ടോ. ഫിറോസ് കാ, 40-ൽ എത്ര മാർക്കാണ് കീർത്തന? നീ ഇടയ്ക്കിടയ്ക്ക് വയനാട്ടുകാരി എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കുന്നുണ്ട്. വയനാട്ടുകാരിക്ക് ഒരു മാർക്ക് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം തരണോ? ഞാൻ തെറ്റ് ചെയ്യാൻ മാറ്റി പറയുന്നേ ഉള്ളൂ. ആണോ? എന്താ പറയാല്ലേ? 39.5. ഒരു 5 കുറച്ചേക്ക്. അതെന്താ 39? അപ്പോഴേ തോന്നി, ആര് നജിമ വന്നാലും 5ന്റെ കാര്യം പറയുമ്പോഴേ നീ എന്തിനാ എല്ലാത്തിനും ഇടയ്ക്ക് 40-ൽ 5 കൂട്ടുന്നത്? 39. 39. ഓ, താങ്ക് യു ഫിറോസ് കാ. ജിഷ ചേച്ചി. 30-29. താങ്ക് യു ചേച്ചി. സജില. 29. താങ്ക് യു സജില. കീർത്തന. എന്തോ എന്തായാലും കീർത്തനയ്ക്ക് ഇന്നത്തെ ഈ പ്രിയം റൗണ്ടിൽ 100-ൽ 97 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു കയ്യടി. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. നല്ല കമന്റ്സ് എല്ലാം കേട്ട് ഇനി നന്നായിട്ട് പാടണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.